നമുക്ക് ബാദുഷ റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ബേക്കിംഗ് സോഡയായിട്ടാണ് ചേർക്കുന്നത്. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. അത്രയ്ക്ക് തന്നെ ചേർത്താൽ മതി, ഒട്ടും കൂടുതൽ ചേർക്കരുത് കേട്ടോ. പിന്നെ ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂണിൻ്റെ പകുതി. നോക്കിക്കേ. ഇനി ഇത് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് അടുത്തത് ചേർക്കുന്നത് നെയ്യാണ് ചേർക്കുന്നത്. ഞാനിവിടെ 80 ഗ്രാം നെയ്യാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നെയ്യില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. 80 ഗ്രാം നെയ്യ്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് വെള്ളമാണ് ചേർക്കുന്നത്, സാധാരണ വെള്ളം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളമാണ് ചേർത്തേക്കുന്നത്. ഫുള്ള് 1/2 കപ്പ് ചേർത്തിട്ടില്ല. ഭയങ്കര ബലം കൊടുത്തിട്ട് കുഴക്കരുത്. അപ്പോൾ ഇത് നമ്മൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ബലം കൊടുക്കാണ്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കുക. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ ചെറിയ ബോളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ചെറുതായിട്ടുള്ള ബാദുഷയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വലുത് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വലുതാക്കിയിട്ടുണ്ട്. അതാ ഇത്രയോളം തന്നെ എടുത്തേക്കുന്നത്. എൻ്റെ കയ്യിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ 2 കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചിറ്റിച്ച് കൊടുക്കില്ലേ, ഇങ്ങനെ ചിറ്റിച്ചിട്ട് ഒന്ന് റൗണ്ടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ റൗണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര ഫിനിഷിങ് ആയിട്ടുള്ള ഒരു ബോളായിട്ടല്ല കേട്ടോ നമുക്ക് കിട്ടുക. അങ്ങനെ ഒന്ന് റൗണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതാ നോക്കിക്കേ, ഇങ്ങനെ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക, അങ്ങനെ പതുക്കെ. ഒരുപാട് കനം കുറയ്ക്കണ്ട. അപ്പോൾ നോക്കിക്കേ, ഇതങ്ങനെ കിട്ടും. ഇങ്ങനെ നമ്മുടെ ഈ തണ്ടവരലുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക, ഒരു കുഴി പോലെ. കണ്ട, അപ്പോൾ നമ്മൾ ഇതെല്ലാനും ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് മാവ് വെച്ചിട്ട് 11 ഇതേപോലത്തെ ഇത്രയ്ക്ക് വലിപ്പമുള്ള 11 ബാദുഷയായിട്ട് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്കുള്ള പഞ്ചസാര പാനി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. നമ്മുടെ 250 ml മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് വെള്ളം. നമുക്ക് തീ ഓണാക്കാം. ഇനി ഇത് നമുക്ക് ഒരു നൂൽപ്പരുവ് ആക്കണ്ട കേട്ടോ. നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഒരു നോട്ടണ പോലെ ഇങ്ങനെ വരില്ലേ, ഒരു പശ പോലെ വരില്ലേ, ആ പരുവത്തിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കുക. കാരണം ഇത് നമ്മൾ ഇട്ട വഴിക്ക് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഇതിൻ്റെ ഈ പുറത്ത് കളർ അങ്ങോട്ട് മാറിയിട്ട് ഒരു ബ്രൗൺ കളർ ആവരുത്. അങ്ങനെ ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് മാത്രമേ നമുക്ക് ശരിക്കാണ്ട് മൊരിഞ്ഞ് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഉള്ളിലൊന്നും ശരിക്കും നമുക്ക് വെന്ത് കിട്ടില്ല. നമ്മുടെ പഞ്ചസാര പാനി റെഡി ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കൈമ വെക്കുമ്പോൾ ഇങ്ങനെ ഒരു മെഴുക് പോലെ നമുക്ക് ഇങ്ങനെ വരില്ലേ, അതേപോലെ വന്നാൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. പഞ്ചസാരപ്പാനി ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ചൂടോട് കൂടിയിട്ട് ഇടണം കേട്ടോ, എന്നാൽ മാത്രമേ പഞ്ചസാരപ്പാനി ഇതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും പിടിക്കുള്ളൂ. ഇനി ഒരു 10 മിനിറ്റ് ഈ പാനിയിൽ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാനിയിൽ നിന്ന് എടുത്ത് മാറ്റാം. അതായത് നമ്മൾ 10 മിനിറ്റ് നമ്മൾ പഞ്ചസാര പാനിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചസാര പാനി നോക്കിക്കേ, നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി ഒരു 4 നോടി ഇടാനുണ്ട്. അതിനുള്ള പഞ്ചസാര പാനിയും കൂടിയിട്ട് നമുക്ക് ബാക്കിയുണ്ട്. 10 മിനിറ്റ് ഇട്ടാൽ മതി, അതിൽ കൂടുതൽ ഇടണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാദുഷ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പഞ്ചസാര പാനിക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിരുന്നാലും ശരിക്കും നന്നായിട്ട് വേവണം കേട്ടോ. ഇനി അടുത്തത് ലഡു ഉണ്ടാക്കാം. ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. കടലപ്പൊടിയും കടലമാവും അതൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കാം, കൂടുതൽ ചേർക്കരുത്. പിന്നെ 1 നുള്ള് ഉപ്പ്.
ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ദോശമാവിനൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കില്ലേ, അതേപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3/4 കപ്പ് വെള്ളമായിട്ട് ഒഴിച്ചത്. എന്നാലും നിങ്ങൾ ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കേണ്ട. ഫസ്റ്റ് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്ത പോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ അതനുസരിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. എങ്ങാനും വെള്ളം കൂടി പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് പൊടി ചേർത്തു. അപ്പോൾ ഇത് നമ്മുടെ ബൂന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ പതുക്കൊന്ന് കുറച്ച് വയ്ക്കാട്ടെ. ബൂന്തി മൊരിയിച്ചിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറേ നേരം ഇട്ടിട്ട് മൊരിക്കരുത് കേട്ടോ. കാരണം ബൂന്തി ഭയങ്കരമായിട്ട് മൊരിഞ്ഞു പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെ പഞ്ചസാര പാനിലേക്ക് ഇടുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പഞ്ചസാര ഒട്ടും പിടിക്കില്ല. അപ്പോൾ നമ്മുടെ ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്ന് എടുക്കാം. അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് മൊരിയാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബൂന്തി എല്ലാവരും ഞാൻ ഇതാ ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ ബൂന്തിയായിട്ടുള്ള നമ്മുടെ ബേക്കറികളിൽ കിട്ടുന്ന ലഡു ഉണ്ടല്ലോ, ആ ലഡു അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റേ മോട്ടോർ ലഡു ഉണ്ടല്ലോ, ആ ലഡുവാണ് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇത് എൻ്റെ അടുത്ത് ബൂന്തി തട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ഫൈബറിൻ്റെ ഒരു അരിപ്പയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ആദ്യത്തെ ഒരു പ്രാവശ്യം ഒഴിക്കുമ്പോൾ നന്നായിട്ട് വീഴും. പിന്നെ അത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഷേപ്പിൽ വീഴുന്നുണ്ട്. അത് നമ്മുടെ ആ ബൂന്തി ഉണ്ടാക്കുന്ന അതിൻ്റെ കുഴപ്പമാണ്. പക്ഷേ ഞാൻ മറ്റേ കേരള ലഡു ശരിക്കും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതും ഈ ഫൈബറിൻ്റെ അരിപ്പയിൽ തന്നെ ഉണ്ടാക്കിയത്. പക്ഷേ ഞാൻ ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും കഴുകിയിട്ടാണ് ഞാനത് അന്ന് അങ്ങനെ റെഡിയാക്കിയിട്ട് എടുത്തത്. ഞാൻ എല്ലാ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ വിചാരിക്കും ഒരു ബൂന്തി തട്ട് വാങ്ങണമെന്ന്. പക്ഷേ എന്നും ഞാൻ മറന്നു പോകും. കാരണം ആദ്യത്തെ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടിക്കണ്ടേ. പിന്നെ അത് ചൂടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമേന്ന് അത്രയ്ക്ക് നന്നായിട്ട് വീഴില്ല. പക്ഷേ എൻ്റെ അടുത്ത് ആദ്യം മറ്റേ സ്റ്റീലിൻ്റെ നമ്മുടെ ഈ അരിപ്പ പോലത്തെ ഇങ്ങനെ ഒരു ചട്ടകം പോലത്തെ കയ്യിലുണ്ടല്ലോ, അതുണ്ടായിരുന്നു. അതിപ്പോൾ ഇവിടെ കാണാനില്ല. അതിനകത്ത് ഒഴിക്കുമ്പോൾ നന്നായിട്ട് വരും. പക്ഷേ ഈ ഫൈബറിൻ്റെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ ശരിക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ നാടൻ ലഡു. അത് പക്ഷേ കുറേ പാട് വെച്ചിട്ട് ഉണ്ടാക്കിയത്. കാരണം ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഞാൻ അരിപ്പ കഴുകി തുടച്ചെടുത്തിട്ടാണ് അന്ന് ഞാൻ ആ ബൂന്തി റെഡിയാക്കിയിട്ട് എടുത്തത്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ അങ്ങനെ ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നമ്മളൊന്ന് പൊടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ ബൂന്തി ഒരുപാട് ഇങ്ങനെ മൊരിഞ്ഞ് ഭയങ്കര ക്രിസ്പി ആയിട്ട് പോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ബൂന്തിയുടെ ഉള്ളിലേക്ക് ഒട്ടും പഞ്ചസാര നമുക്ക് ഒട്ടും പിടിക്കില്ല. ഇതിപ്പോൾ നമ്മൾ പൊടിച്ചിട്ട് എടുക്കുമ്പോൾ അത്രയ്ക്ക് കുഴപ്പമില്ല നമുക്ക്. അപ്പോൾ ഇതൊന്ന് ഞാനും പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ബൂന്തി ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഭയങ്കര നൈസ് പൗഡറായിട്ട് പൊടിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ഇതിലേക്കുള്ള പഞ്ചസാര പാനി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഒരു പശ പോലെ ഇങ്ങനെ ഒട്ടണ ഒരു ടെക്സ്ചർ വരണം. ഒരുപാട് ഇങ്ങനെ നൂൽപ്പരുവ ആവാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അല്ല, ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഫുഡ് കളറും ചേർക്കുന്നുണ്ട്. ഇത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇത് ഞാനിവിടെ ജെല്ല് ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഇവിടെ നല്ല ഓർഗാനിക് ഫുഡ് കളർ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഫുഡ് കളർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് നമ്മുടെ ബൂന്തി റെഡിയാക്കിയിട്ട് വെച്ചിട്ടില്ലേ, അത് ചേർക്കാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയ തീയിലാണ് വെച്ചേക്കുന്നത്. കളർ ചേർക്കാണ്ടിരിക്കും നല്ലത്. ഇത് ദീപാവലിയൊക്കെയാണല്ലോ, അപ്പോൾ കുറച്ച് കളർഫുള്ളാവട്ടെ എന്ന് വെച്ചിട്ട് ചേർത്തത്. പിന്നെ ഈ മോട്ടോർ ലഡുവിൻ്റെ കളറാണെങ്കിലും ഒരു ഓറഞ്ച് പോലത്തെ കളറാണല്ലോ. ഓക്കെ, അപ്പോൾ അത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ അത് ഇരുന്നിട്ടൊന്ന് ചൂടാറട്ടെ. നമ്മളൊരു സ്വീറ്റ് ബോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ആ ബൂന്തി ഉണ്ടാക്കിയിരുന്ന മിക്സിയുടെ ജാറ് തന്നെയായിട്ട് എടുത്തേക്കുന്നത്. അതിനകത്ത് കുറച്ച് ആ ബൂന്തിയുടെ സൈഡിലേക്ക് പിടിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, അതിന് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് കഴിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ അതാ ഒരു പിടി ആൽമണ്ട് എടുത്തിട്ടുണ്ട്, ഒരു 9 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 കപ്പ് പംകിൻ സീഡ്സ്. ഇത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതിനകത്തേക്ക് നമ്മൾ വേറെ പഞ്ചസാര, ഓയിൽ, എണ്ണ ഒന്നും ചേർക്കണില്ല.
പിന്നെ ചേർക്കുന്നത് ചിയ സീഡ്സാണ് ചേർക്കുന്നത്. ഇത് ഞാനിവിടെ ഇതൊരു അര കപ്പിൻ്റെ കപ്പിൽ ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട്. അതിന് കറക്റ്റ് ഒരു അളവില്ല. ഇപ്പോൾ ഒരു ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അതേപോലെ ചിയ സീഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇത് വളരെ നല്ലത് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ ഇതും കൂടിയിട്ട് ചേർക്കുക. ഇത് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കാട്ടെ. ഇതൊക്കെ ചേർത്തിട്ട് ഞാനൊരു ആൽമണ്ട് ഫ്ലോറിൻ്റെ ഒരു കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേക്കിൻ്റെ കൂടെയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് കറക്കി ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പൊടിച്ചെടുക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഇതൊരു ബൈൻഡിങ് പോലെ നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ അങ്ങനെ വരണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ഈന്തപ്പഴം ഡേറ്റ്സ് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കറക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇത് ശരിക്കും വളരെ ഹെൽത്തിയാണ്. ഞാൻ മിക്കപ്പോഴും ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ചിയ സീഡ്സും കൂടിയിട്ട് ചേർക്കണം. എന്നിട്ട് അത് ബോളാക്കിയിട്ട് ഉരുട്ടിയിട്ട് എടുക്കുക. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സീഡ്സൊക്കെയും നല്ല നെയ്യും പഞ്ചസാരയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതല്ലോ. അപ്പോൾ ദീപാവലി ആയിട്ട് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ്സും കൂടിയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഈ നമ്മുടെ ലഡുവിൻ്റെ മിക്സിങ് ഇരുന്നിട്ട് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ലഡുവിൻ്റെ ഷേപ്പാക്കിയിട്ട് ഉരുട്ടിയിട്ടെടുക്കാം. അപ്പോൾ വീട്ടിലൊക്കെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കളർ ചേർക്കാണ്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. മഞ്ഞ കളറാണെങ്കിലും കാണാൻ വേണ്ടിയിട്ട് ഭംഗി തന്നെ. പിന്നെ ഇതിവിടെ നമുക്ക് നല്ല കളർ കിട്ടിയതുകൊണ്ട് മാത്രം ഞാൻ ചേർത്തതാണ്. അല്ലെങ്കിൽ ലഡു ഒക്കെ ആകുമ്പോൾ പിള്ളേർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ കളറുകളൊക്കെ ചേർത്ത് ഉണ്ടാക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇത് കൂടുതൽ നേരമൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ പഞ്ചസാര പനിയിലിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൂടുതൽ നേരമൊക്കെ ഇട്ടിട്ട് ചൂടാക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഈ പഞ്ചസാര അങ്ങോട്ട് ഒരു നൂല് പരുവം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ചൂടാവും തോറും അതിന് ഒരു ക്രിസ്റ്റൽ പോലെയാവും. അപ്പോൾ പിന്നെ ഇത് ഇരുന്നിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ പറയുക ഭയങ്കര ഹാർഡായിട്ട് വരും, അല്ലെങ്കിൽ ഭയങ്കര ചൂവിയായിട്ട് വരും. അപ്പോൾ ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ട് നമുക്ക് 2, 4, 6, 8, 9 എണ്ണം കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു 10. അപ്പോൾ അങ്ങനെ നമ്മുടെ ലഡുവും റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുത്തത് നമ്മൾ മൈസൂർ പാക്കാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് കടലപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇതിൻ്റെ കളറും മാറരുത് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ വറുത്തെടുത്തേക്കണ കടലപ്പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് അരിപ്പയിലിട്ടിട്ട് നമുക്കൊന്ന് അരിച്ചിട്ടെടുക്കണം. നമ്മൾ അരിപ്പയിലിട്ടിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് നെയ്യാണ് ചേർക്കുന്നത്. അപ്പോൾ എടുക്കുമ്പോൾ എല്ലാവരും വടിച്ചിട്ടുള്ള അളവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കടലപ്പൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ശരിക്കും വടിച്ചിട്ടുള്ള അളവ് എടുക്കുക. എന്നാൽ മാത്രം നെയ്യ് ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ലൂസായിട്ട് കിട്ടുള്ളൂ. ഞാൻ ഇതിലേക്കുള്ള പഞ്ചസാര പാനി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ പാനിലേക്ക് 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പഞ്ചസാരയും പിന്നെ 1/4 കപ്പ് വെള്ളവും കൂടിയിട്ട് ചേർക്കുക. ഇനി നമ്മുടെ പഞ്ചസാര പാനി ഒരു നൂൽപ്പരുവായിട്ട് വരണം. നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ അങ്ങനെ ഒരു സ്ട്രിങ് പോലെ വരില്ലേ, ആ പരുവം വരണം. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി ഇതാ നൂൽപ്പരുവായിട്ടുണ്ട്. നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ അങ്ങനെ നൂല് പോലെ വരുന്നുണ്ട്. ഇത് നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് നമ്മൾ മിക്സിങ് റെഡിയാക്കിയിട്ട് വെച്ചിട്ടില്ലേ, ആ മിക്സിങ് ചേർക്കണം. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മിക്സിങ് കുറച്ച് ഹാർഡായിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വെതറിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൂസായിട്ടിരിക്കും കേട്ടോ. ഇനി ഇതിനകത്ത് നമ്മുടെ ഈ പഞ്ചസാര പാനിയിൽ നമ്മുടെ ഈ മിക്സിങ് നന്നായിട്ട് മിക്സ് ചെയ്യുക. തീ ഒരുപാട് കൂട്ടി വയ്ക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. വലിയ ബർണറൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കണം. അങ്ങനെ ഒരു 3 പ്രാവശ്യമായിട്ട് നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. സൈഡിൽ നിന്നൊക്കെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇതൊന്ന് തിക്കായി തുടങ്ങുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും ചേർക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും ചേർക്കുക. അങ്ങനെ നമ്മൾ ആദ്യം ഒഴിക്കണ നെയ്യ് ഇതിൻ്റെ ഉള്ളിലേക്ക് ശരിയായിട്ട് പിടിക്കണം. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത 2 ടേബിൾ സ്പൂൺ ചേർക്കുക. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് 6 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക.
തീ എങ്ങാനും കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലേക്ക് പിടിച്ചിട്ട് ഇതിൻ്റെ ഈ കളറൊക്കെ അങ്ങോട്ട് മാറും കേട്ടോ. നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ നെയ്യ് ചേർക്കൽ കഴിഞ്ഞു കേട്ടോ. ഇത് ഒന്ന് തിക്കായിട്ട് വരണം. നോക്കിക്കേ, ഇതിപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ വരണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോട് കൂടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. ഇത് ഇരുന്നിട്ട് ചൂടാറട്ടെ. ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അതാ നമ്മുടെ മൈസൂർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല തിക്കായിട്ട് വരണം, അല്ലെങ്കിൽ ഭയങ്കര ചൂയായിട്ട് പോട്ടാ. നമ്മൾ മൈസൂർ പാക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മൾ ആ ലാസ്റ്റ് നമ്മൾ എടുക്കണ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അത് നല്ല കറക്റ്റായിട്ട് വരണം. അത്യാവശ്യം നല്ല ഇങ്ങനെ തിക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നിറച്ച് ഇങ്ങനെ പത പോലെ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യും, ഭയങ്കര കനം കുറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഫീലിംഗ് വരും. അങ്ങനെ വന്നിട്ട് മാത്രമേ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതിന് മുമ്പ് കുറച്ച് ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ ടെക്സ്ചർ ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ പകർത്തി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എടുത്തിട്ട് കട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിങ്ങനെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പാത്രത്തിലേക്ക് നമ്മൾ ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിത് അത്രയ്ക്ക് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വലിയ കുഴപ്പമില്ല. കുറച്ചും കൂടി നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കുറച്ച് പാടായിരിക്കും. പെട്ടെന്ന് തന്നെ തൊടുമ്പോൾ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ വായിൽ ഇട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അത് ശരിക്കും ഇങ്ങനെ അലിഞ്ഞു പോകും. നമ്മൾ ശരിക്കും ആ ബേക്കറിയിൽ നിന്ന് വാങ്ങണ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തൊന്നുകൂടി കാണിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ടെക്സ്ചറിൽ എടുക്കണം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ, വേണ്ട. ഇത് നമ്മൾ വായിലേക്ക് ഇട്ട വഴിക്ക് തന്നെ ഇങ്ങനെ ഒരു നല്ലൊരു തരിതരിപ്പുണ്ട്. നമ്മൾ വായിലിട്ട വഴിക്ക് തന്നെ അതുകൊണ്ട് അരിഞ്ഞു പോകും. നമ്മളിപ്പം രാവിലെ നേരം ഞാൻ പക്ഷെ കഴിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ ദീപാവലി സ്വീറ്റ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീപാവലി സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സ്വീറ്റ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാണുമ്പോൾ വിചാരിക്കേണ്ട ഇത് ഭയങ്കര പാടാന്നുള്ളത്. പക്ഷെ എല്ലാവരും റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക. സെർവിങ് പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലും സൈഡിലേക്ക് നെയ്യും തൂത്ത് വയ്ക്കണം കേട്ടോ. എന്നിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ നൈഫ് എന്തെങ്കിലും വെച്ചിട്ട് സൈഡിൽ നിന്ന് വിടിയിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് കമത്തിയാൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് പോന്നോളൂ.